നീ എനിക്ക് കുറച്ച് സമാധാനം തരുമോ? നിനക്ക് സമാധാനം തന്നു തന്ന എൻ്റെ സമാധാനം ഇപ്പോൾ പോയത്. 2 മാസമായിട്ട് നിൻ്റെ റൂം റെൻ്റ് കൊടുക്കുന്നത് ഞാനാ, എന്നെ കൊണ്ട് പറ്റില്ല. ഓ, അവളെ പറഞ്ഞാണ് നിന്റെ ചിലവർ എന്നോട് കിടത്താൻ പറ്റുന്നല്ലേ? അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇപ്പം എന്താ കുഴപ്പം? രാവിലെ തൊട്ട് രാത്രി വരെ ഫോൺ നോക്കി മാഗസീനും വായിച്ച് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. നിന്നെ ഞാൻ എന്തിനാ നോക്കണേ? എടാ നീ അങ്ങനെ പറയല്ലേ, ഇടയ്ക്ക് ഞാൻ പുറത്തിറങ്ങാറുണ്ട്. പുറത്തിറങ്ങാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണയിലേക്ക് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഫോണിലെ ചാർജ് തീരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ പുറത്തിറങ്ങും. നിങ്ങളുടെ പ്രശ്നം ഇപ്പം എന്താ? ഞാൻ ജോലിക്ക് പോകണില്ല, അതല്ലേ? എൻ്റെ ക്വാളിഫിക്കേഷൻ പറ്റി നല്ലൊരു ജോലി കിട്ടുമ്പോൾ ഞാൻ പോകും. അല്ലാതെ ഞാൻ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായോ? കയ്യിലാണെങ്കിൽ SLCയുടെ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത്, എന്നിട്ട് ബികോംകാരൻ്റെ ജോലിയും വേണം. എടാ ഞാനോട് മാറി മാറി എത്ര ജോബ് നോട്ടിഫിക്കേഷനാണ് നിനക്ക് അയച്ചു തന്നെ. ഇതും പറയാണ്ട് അവളുടെ ഓഫീസിൽ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ലേ? എടാ പ്യൂണിൻ്റെ പണിക്കൊന്നും പോകാൻ എന്നെ കിട്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എൻ്റെ ക്വാളിഫിക്കേഷൻ ഒരു ജോലി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം, മനസ്സിലായോ? അതെ, കൊയ്യാൻ പറ്റും, പക്ഷെ വിതക്കാണ്ട് പറ്റില്ല. വിതക്കാനും കൊയ്യാനെന്നൊക്കെ പറയണ്ട, അപ്പോൾ നാളെ അരിയില്ലേ? എടാ